നമസ്കാരം. സംഘിണി സുജയ പാർവതി വീണ്ടും ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് പടച്ചുവിടുന്ന പല തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ അല്ലെങ്കിൽ നുണക്കഥകൾ ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഈ സംഘപരിവാർകാർ ഉയർത്തിവിടുന്ന ആ ആക്ഷേപങ്ങൾ അത് വെറും പൊള്ളയാണെന്ന് സുജയ പാർവതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അറിയിക്കുന്നുണ്ട്. ഇതേ കണ്ടേ. സുജയ പാർവതി അത് റിപ്പോർട്ടർ ചാനലിലെ ജീവനക്കാരുടെ ശമ്പളം ദുരിതാശ്വാസ നിധിയിൽ കൈമാറിയ മാനേജ്മെന്റിന്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടും റിപ്പോർട്ടർ ചാനലിൽ കൊടുത്ത ഒരു കാർഡും പങ്കുവെച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: ദുരിതാശ്വാസം നൽകാൻ സർക്കാരിനൊപ്പം നിൽക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ശ്രദ്ധിക്കുക, ദുരിതാശ്വാസം നൽകാൻ സർക്കാരിനൊപ്പം നിൽക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്നിട്ട് ആന്റോ ജോസഫും ഒപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകനും കൂടി മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന ഫോട്ടോയും മുണ്ടക്കൈ ദുരന്തം പുനരധിവാസത്തിനുള്ള റിപ്പോർട്ടർ TV പദ്ധതി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. റിപ്പോർട്ടർ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളവും 5 ലക്ഷം രൂപയും കൈമാറി. ഇതാണ് അതിലെ വാചകം. എന്തുകൊണ്ടത് പറഞ്ഞു എന്നുള്ളതാണ്. ഒരിടത്ത് സംഘപരിവാറുകാർ വല്ലാതെ ഈ ദുരിതാശ്വാസ നിധിക്കെതിരെ ഇല്ലാത്ത കഥകൾ പലതരത്തിലുള്ള വിടുവായന്മാരെ കൊണ്ടൊക്കെ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ സംഘി ക്യാമ്പിലുള്ള സംഘികളുടെ ചാനൽ ഫ്ലോറിലെ മൗത്ത് പീസ് ആയിട്ടുള്ള ഒരാൾ അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വാചകം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ ആശയങ്ങളും സംഘപരിവാറിന്റെ നിലപാടുകളും അവിടെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വനിത എന്നുള്ള നിലയ്ക്ക് അവർ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ ഈ ഒരു ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് ഇവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. കാര്യം, ഒരിടത്തിരുന്നു കൊണ്ട് പല ഊളകൾ അല്ലെങ്കിൽ പല അലവലാതി പരിപാടിയിലെ വിന്നർമാരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവൻ സംഘിയാണെന്ന് മറച്ചു വെച്ചുകൊണ്ട് അവനെ കൊണ്ട് പല തരത്തിലുള്ള നുണകൾ പറയുമ്പോൾ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് ഇതിനെ എല്ലാത്തിനെയും ഓഡിറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള, ഇതിനെയെല്ലാം തുറന്നു വിമർശിക്കുന്ന അതേ അഖിൽ മാരണത്തിന്റെ മനോഭാവം ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തക ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നുണ്ടെങ്കിൽ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആ ഫണ്ട് എന്താണ്, സുതാര്യമാണെന്ന് അവർക്കെല്ലാം ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് അങ്ങനെ അല്ല, ആൾക്കാർ അതിൽ പണം നിക്ഷേപിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് അവർ ശാഠ്യം പിടിച്ചുകൊണ്ട് പല തരത്തിലുള്ള പ്രചരണം നടത്തുമ്പോൾ ഒരു സംഘടന തന്നെ അതിലേക്ക് ഒരു ദിവസത്തെ ശമ്പളം സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്ന ആരോപണങ്ങളിൽ ഒന്നും കഴമ്പില്ല, കൃത്രിമമായി നിർമ്മിച്ചുകൊണ്ട് വരുന്നതാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ പണം കൊടുത്തതിനോടൊപ്പം തന്നെ സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർ കൂടുതൽ പേർ ആരായിരിക്കും? പലതരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ അതിന്റെ താഴെ വരുന്നുണ്ട്. കാര്യം, ഇഷ്ടപ്പെടൂ, ഞങ്ങൾ ഇവിടെ കെട്ടിച്ചമച്ചു കൊണ്ടുവന്ന പലതിനെ ഒറ്റയടിക്ക് തകർത്ത് കളയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? അങ്ങനെ ഒരു പ്രതികരണം നടത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഴുവൻ ആവിയായി പോകുന്ന അവസരത്തിൽ എത്തിയതിന്റെ പേരിൽ പലർക്കും ചുരുക്കൊണ്ട് സുജയ പാർവതിയെ തന്നെ തെറിവിളിക്കാനായിട്ട് പല സംഘികളും ഇപ്പോൾ മുതിർന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ പോസ്റ്റിന്റെ താഴെയുള്ള മൊത്തത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇതാണ് നമ്മുടെ നാട്ടിൽ സത്യം പറയാൻ പാടില്ലെന്നേ, എന്തിലും പച്ച കള്ളം മാത്രം, ഇല്ലാത്തത് ഉണ്ടെന്ന് പറയണം. അതിനെന്തെങ്കിലും ഒരു കാര്യങ്ങളെ പടച്ചു കൊണ്ടുവരും, അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇല്ലാത്ത ഭാവനാസമ്പന്നമായ കഥകൾ അങ്ങ് പ്രചരിപ്പിക്കണം. യാതൊരു തെളിവിന്റെ അടിസ്ഥാനവുമില്ല. ചില മാധ്യമങ്ങളിലൂടെയും ചില മാധ്യമ പ്രവർത്തകരിലൂടെയും ചില സോഷ്യൽ മീഡിയയിലെ ഈ ശ്രദ്ധിക്കപ്പെടുന്ന ഹാൻഡിലുകളിലൂടെയും ഇതങ്ങ് പ്രചരിപ്പിച്ചുകൊണ്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇല്ലാത്തതുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കാൻ എന്ന് ശ്രമിക്കുന്ന ഒരു അടവിനെ പരാജയപ്പെടുത്തുന്നതാണ് സുജയ പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിസ്സംശയം പറയാം. കാര്യം, കഴിഞ്ഞ കുറച്ചു കാലമായി ദുരന്ത മേഖലയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയതിനു ശേഷം DYFIയെ കുറിച്ച് ഈ അടുത്ത ദിവസം അവർ വളരെ മികച്ചൊരു വാചകം പറഞ്ഞിരുന്നു. കാര്യം, നേരത്തെ അവർക്ക് ഈ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പല അറിവുകൾ അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ അയച്ചു കൊടുക്കുന്ന DYFI കഥകൾക്കപ്പുറം ദുരന്തമുഖത്ത് അവർ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നേരിൽ കണ്ടിട്ട് അവർ തുറന്നു പറഞ്ഞു, ഞാൻ DYFIയെ കുറിച്ച് ഇതുവരെ നല്ലൊരു വാചകം പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കണ്ടിട്ട് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് അവർ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതിലേക്ക് പണം സംഭാവന ചെയ്തിട്ട് ഈ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അത് ഈ മേഖലയിലുള്ള വിഷയങ്ങൾക്ക് പോലും അതുമായി അടുത്ത് ഇടപഴകുമ്പോൾ സ്വാഭാവികമായി ബോധ്യപ്പെടുകയാണ് സംഘപരിവാർ സൃഷ്ടിക്കുന്ന നുണക്കഥകളെല്ലാം വെറും അടിസ്ഥാനരഹിതമാണെന്നും അതല്ല അതിൽ സത്യമുണ്ടെന്നും അതിൽ യാതൊരു തരത്തിലുള്ള അഴിമതിയുമില്ല, അതെല്ലാം കെട്ടുകഥകൾ മാത്രമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഒരു സംഘപരിവാർ പ്രൊഫൈലാണെന്ന് അറിഞ്ഞിട്ടും സംഘപരിവാറാണ് തന്നെ തോളിലേറ്റണമെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു എന്ന് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോ അങ്ങനെയുള്ള വാചകങ്ങൾ തന്നെയാണ് CMDRF എന്ന ഫണ്ടിന് കൂടുതൽ വിശ്വാസ്യത നൽകാൻ ഉപകരിക്കുന്നത്. സുജയ പാർവതിയെ പോലുള്ള വ്യക്തികൾ പോലും അതിൽ സംഭാവന ചെയ്തിട്ട്
അതിലേക്ക് സംഭാവന ചെയ്യേണ്ടത് ഉത്തരവാദിത്തമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ചില സംഘപരിവാർ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്ന കഥകൾ കേട്ടിട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇല്ലാത്തതുണ്ടെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കൂ. അതുമായി ഇടപഴകുന്നവർ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഒടുവിൽ സത്യാവസ്ഥയാണ് അറിയേണ്ടതെങ്കിൽ കൃത്യമായി ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഊഹാപോഹ കഥകൾ വിശ്വസിച്ചുകൊണ്ട് അതാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നവർക്ക് സുജയ പാർവതി പോലുള്ള ഇതുമായി ബന്ധപ്പെട്ട് അടുത്തറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ രീതിയിൽ അതിനെക്കുറിച്ച് നല്ല വാക്ക് പറയാൻ മനസ്സ് വരുന്നത് എന്തുകൊണ്ടെന്നാൽ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയേണ്ടി വരികയാണ്.